ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാനത് കോരിയെടുക്കാൻ പോകും. ഒത്തിരി അങ്ങ് കറപ്പിക്കുന്നില്ല. എല്ലാ കൂട്ടുകാർക്കും ജിജോസ് കോണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പഴമയുടെ ഓണക്കാലങ്ങൾ, പണ്ടത്തെ ഓണക്കാലങ്ങളിലെ വീട്ടിലെ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉപ്പേരികളോടെ കഴിക്കുന്ന കടിയടയ്ക്ക എന്നൊക്കെ പറയും. അത് പല സ്ഥലത്ത് പല പേരാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നേരിട്ട് പോയി കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ പഴയകാല ഒരു റെസിപ്പിയാണ് കളിയടയ്ക്ക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 സ്പൂണ് ചെറിയ ജീരകം, ഒരു 5-6 ചെറുള്ളി, ഇത്രയുമായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയും ചെറുള്ളിയും ജീരകവും കൂടെ ഒരു മിക്സിയുടെ ഇതിനകത്തിട്ടൊന്ന് നല്ലവണ്ണം അരച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്കത് റെഡിയാക്കി എടുക്കാം. സാധാരണ നമുക്ക് ചെയ്യുന്നത് അരി അരച്ചിട്ടൊക്കെയാണ്. ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഈ നമ്മുടെ അരിപ്പൊടിക്കകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യാൻ പോകാം. ഇനി ഞാനിത് ഒന്ന് ഇളക്കിയെടുക്കാൻ പോവാണ്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഓക്കെ, ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റിൽ പറയാം എത്ര എടുത്തു എന്നുള്ളത്. ഒരു തവി എടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചൂടാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലൈറ്റൊന്നും കുഴക്കരുത്. അതായത് അടിത്തവിയോ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ കുഴച്ച് മയത്തിലാക്കി വെച്ചേക്കാണ്. അത് നമുക്ക് കാണാമല്ലോ. ഇനി അത് ചെറിയ ഉണ്ടകളായിട്ട് എടുക്കണം. അപ്പം ഞാനത് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ കളിയടയ്ക്ക ഞാൻ ചെറുതായിട്ടെല്ലാം ഉരുട്ടി വെച്ചേക്കാണ് ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ. അപ്പോൾ ഇനി നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാനത് കോരിയെടുക്കാൻ പോകും. ഒത്തിരി അങ്ങ് കറപ്പിക്കുന്നില്ല. നമ്മുടെ അപ്പോൾ നമ്മുടെ കളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കളിയടയ്ക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസി മെത്തേഡാണ്. സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുത്തിരി അരച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ഓക്കെ.